തൃശ്ശൂരിൽ നിന്ന് സുകുമാരൻ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഒരു അഭിനേതാവിന് നാടകത്തിലാണോ സിനിമയിലാണോ കൂടുതൽ പരീക്ഷണം നേരിടേണ്ടി വരിക? പരീക്ഷണം നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് എന്താണെന്ന് സുകുമാരൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. സിനിമയിലായാലും നാടകത്തിലായാലും അഭിനയം അറിയാത്ത ആളുകൾ അഭിനയിക്കാൻ ശ്രമിച്ചാൽ അതൊരു വൻ പരീക്ഷണം നേരിടലാവും. അല്ല, അഭിനയം അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പരീക്ഷണമല്ല, അതൊരു അഭിനയിക്കലാണ്. എന്താണ് നാടകത്തിലെയും സിനിമയിലെയും അഭിനയത്തിൻ്റെ വ്യത്യസ്തത? നാടകത്തിലും സിനിമയിലും അഭിനയത്തിന് പ്രത്യേകിച്ച് വ്യത്യസ്തത എന്ന് പറയാൻ ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായി സംഗതിയെല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ആളുകൾ നാടകത്തിൽ ധാരാളമായിട്ട് അഭിനയിക്കുന്ന ആളുകൾ ഈ വ്യത്യസ്തതയെപ്പറ്റി, ഈ ചോദ്യം പഴയതാണ്, ഈ വ്യത്യസ്തതയെപ്പറ്റി ധാരാളം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അതിലൊന്ന്, നാടകത്തിൽ ആദ്യം ഒരു കഥാപാത്രം ഇങ്ങനെ വരുന്നു, സംസാരിക്കുന്നു, ആ കഥാപാത്രം വേദിയിൽ നിന്നുകൊണ്ട് തന്നെ കഥാപരമായി അനുഭവങ്ങളിലൂടെ വളരുന്നു, വളർന്ന് വികസിക്കുന്നു. അപ്പോൾ ഒരു ഇമോഷൻ്റെ, ഒരു വികാരത്തിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അഭിനയിച്ച് വരുമ്പോൾ അത് എളുപ്പമായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയിലാണെങ്കിൽ ഓരോ ഷോട്ടുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് ആണ് എടുക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഇതിങ്ങനെ ഇമോഷൻസ്, കഴിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ആലോചിച്ച് ആർട്ടിഫിഷ്യലായിട്ട് വികാരം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ യഥാർത്ഥത്തിൽ അഭിനയിക്കുന്ന ആൾക്ക് കിട്ടിയിട്ടുള്ള പരിശീലനം അനുസരിച്ച് ഈ സിനിമാഭിനയം അത്ര ബുദ്ധിമുട്ട് പിടിച്ചതല്ല. കാരണം ഇത് ഒരു ആലോചനയുടെ പ്രശ്നം മാത്രമാണ്. എന്നുവെച്ചാൽ ചെറിയ ചെറിയ ഷോട്ടുകളാക്കി മാറ്റി, ഇപ്പോൾ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഈ നടൻ എന്ന് പറയുന്ന ആൾ വേറെ സ്ഥലത്ത് പോയിരിക്കുന്നു, പേപ്പർ വായിക്കുന്നു, പുസ്തകം വായിക്കുന്നു, വേറെ ആൾക്കാരോട് സംസാരിക്കുന്നു, ഒക്കെ ചെയ്തേക്കാം ഒരു സിനിമ നടൻ. അടുത്ത ഷോട്ട് വരുമ്പോഴേക്കും തൊട്ട് മുമ്പ് അഭിനയിച്ച ഷോട്ടിൽ കാണിച്ച വികാരം, പ്രകടിപ്പിച്ച വികാരം ഇയാൾ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ? ആ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നതാണ് ഒരു പരിശീലനത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത്. ആ പരിശീലനം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ കഥാപാത്രം അനുഭവിച്ചു പോകുന്ന അതുവരെയുള്ള കാര്യങ്ങൾ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ആ കാര്യങ്ങൾ മുഴുവൻ ഓർമ്മിച്ച് ഒരു നിമിഷം ധ്യാനത്തിലിരിക്കുമ്പോഴേക്കും ഈ കഥാപാത്രം കടന്നു പോകുന്ന എല്ലാ വഴികളെക്കുറിച്ചും ആലോചിച്ച് ആ വികാരം മനസ്സിൽ ഉൾക്കൊണ്ടാൽ സ്വാഭാവികമായും ഈ നടന് ആ വികാരത്തിൻ്റെ തുടർച്ച അടുത്ത ഷോട്ടിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ സിനിമയിലെയും നാടകത്തിലെയും അഭിനയത്തിന് അടിസ്ഥാനപരമായി ഒരു വ്യത്യാസവുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.